മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 17. അങ്ങേരാരാന്ന അങ്ങേരുടെ വിചാരം? എന്നോട് നിന്നോട് റൈഡിന് പോകണ്ടെന്ന് പറയാൻ അയാൾ ആരാ? കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോനോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ ചുമ്മുവിൻ്റെ പറച്ചിൽ ഓഫീസിൽ എത്തിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ദേഷ്യത്തോടെയായിരുന്നു പെണ്ണിൻ്റെ സംസാരം. എടി, കണ്ണേട്ടൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതാവില്ല. നമുക്ക് വല്ലതും പറ്റുമോ എന്നുള്ള പേടിയായിരിക്കും ഏട്ടന്. അതും പറഞ്ഞുകൊണ്ട് പങ്കു അവളുടെ കൈ പിടിച്ചുകൊണ്ട് മെല്ലെ ലിഫ്റ്റിലേക്ക് കയറി. അപ്പോൾ ഇനി നമ്മളോട് കുടിക്കേണ്ടെന്ന് പറഞ്ഞതോ? ചുമ്മു അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ നിനക്കറിയാവുന്നതല്ലേ, കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന അങ്ങേർക്ക് ഒട്ടും പിടിക്കാത്ത കാര്യമാണെന്ന്. അവളെ ഒന്ന് സമാധാനിപ്പിക്കുവാൻ വേണ്ടി പങ്കു വല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ നടന്നാൽ നീ ചീത്തയാവുന്നെന്ന് പറഞ്ഞതോ? ഒരു നിമിഷം പോലും ആലസ്യം ചെയ്യാതെ ഉടനടി അവളിൽ നിന്നും വീണ്ടും ചോദ്യം ഉയർന്നു. അതിനുള്ള മറുപടി പങ്കു കൊടുത്തില്ല. വെറുതെ എന്തിനാ അവളുടെ ഇടികൊള്ളുന്നതെന്ന് വിചാരിച്ചു കാണും. പറയടാ, ഇത്രയും നേരം നീ നിന്റെ കണ്ണേട്ടനെ വാനോളം പുകഴ്ത്തുമല്ലായിരുന്നോ? എന്തേ, ഇതിനുള്ള മറുപടി നിന്റെ കയ്യിലില്ലേ? ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് നടന്ന അവനെ പിടിച്ച് ചുവരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചുമ്മു വീണ്ടും ചോദിച്ചു. അതും ദേഷ്യം ഒട്ടും കുറയ്ക്കാതെ തന്നെ. എൻ്റെ പൊന്നു ചുമ്മു, എൻ്റെ ഏട്ടൻ ചോദിച്ചതിനൊക്കെ നീ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? എടി, ഞാനൊരു പാവമല്ലേ? നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എടി കോപ്പെ 24 മണിക്കൂറും നിന്റെ വാലിൽ തൂങ്ങി ഞാനിങ്ങനെ നടക്കുന്നേ? എന്നെ നീ ഒന്ന് വെറുതെ വിടടി. ചെക്കൻ അവളുടെ നേരെ ദയനീയതയോടെ കൈകൂപ്പിയതും പെണ്ണ് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ നിന്നുള്ള പിടിവിട്ടു. നീ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യും, കൂടെ നടക്കുകയും ചെയ്യും. പക്ഷേ നിന്റെ കൂറേ അങ്ങേരോടാ. അതിപ്പോൾ നീ എത്രയൊക്കെ കരഞ്ഞു മെഴുകിയാലും എനിക്ക് മനസ്സിലാവും. നടക്കങ്ങോട്ട്. അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് പെണ്ണവളുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ജീവൻ തിരിച്ചു കെട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അവളുടെ പിന്നിലായി പങ്കുവും നടന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ചുമ്മുവും കണ്ണനും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പിന്നീട് കുറവായിരുന്നതിനാൽ തന്നെ അവർ തമ്മിലുള്ള വഴക്കുകളും കുറവായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ടെറസിലേക്കുള്ള വാതിൽ താഴിട്ട് പൂട്ടുവാൻ മാധവ് മറന്നില്ല എന്നത് മറ്റൊരു സത്യം. ഇതിനെ ചൊല്ലി ചെറിയ രീതിയിലുള്ള മുറുമുറുപ്പുകൾ ചുമ്മുവിൽ നിന്നും ഉണ്ടായെങ്കിലും എന്തുകൊണ്ടോ പൊതുവെ ആരും അത് മുഖവിലക്കെടുത്തില്ല. കാരണം മാധവ് ഒരു കാര്യം വെറുതെ അങ്ങനെ ആവശ്യപ്പെടുകയില്ലെന്ന് കുടുംബത്തുള്ളവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. വീണ്ടും ഒരു ഞായറാഴ്ച കൂടി കടന്നു വന്നപ്പോഴാണ് മേലേടത്ത് നാരായണി വീണ്ടും ഒരു നിർദ്ദേശം അവരുടെ മക്കളുടെയും മരുമക്കളുടെയും മുമ്പിലേക്ക് നീട്ടിയത്. അനിരുദ്ധിൻ്റെയും കാർത്തികയുടെയും വിവാഹം, അതും ചുമ്മുവിൻ്റെയും കണ്ണൻ്റെയും കല്യാണത്തിന് മുമ്പേ തന്നെ നടത്തണം. അവരതും പറഞ്ഞിട്ട് തനിക്ക് മുൻപിലായിരിക്കുന്ന മക്കളെ മൂവരെയും മാറി മാറി നോക്കി. ചുമ്മു അങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് അറിയാമായിരുന്നെങ്കിലും അമ്മ അത് ഇത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കുമെന്ന് ആരും ഒട്ടും വിചാരിച്ചിരുന്നില്ല താനും. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നമ്മേ. അനുമോൻ എന്തിനാ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ മോളെ ആലോചിക്കുന്നേ? അവൻ അതിന് നല്ലൊരു ആലോചന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? മൂത്തവനായ ദേവരാജൻ്റെ ആ ചോദ്യം ന്യായമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ശിവനും കൃഷ്ണദാസും അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ നിശബ്ദരായിരുന്നു. ആ കുട്ടിക്ക് ഇവനെ ഇഷ്ടമായോണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അനിമോനും കാർത്തിയെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹം. എല്ലാവർക്കും ഉള്ള ഉത്തരമായി പൊടുന്നനെ നാരായണിയമ്മയുടെ ഒച്ച മേലിടത്ത് തറവാടിൻ്റെ ഹാളിൽ മുഴങ്ങിക്കേട്ടു. ചുമ്മുവും കൂട്ടരും ഒട്ടൊരു ചമ്മലോടെ തല കുനിച്ചു നിൽക്കുന്ന അനിരുദ്ധിനെ കളിയാക്കി തുടങ്ങിയപ്പോൾ തറവാട്ടിലെ തലമൂത്ത പുരുഷ പ്രജകളും സ്ത്രീ പ്രജകളും ഇതൊക്കെ എപ്പോ എന്നുള്ള മുഖഭാവത്തോടെ പരസ്പരം ഉറ്റുനോക്കുകയായിരുന്നു. അവർ തമ്മിലുള്ള പിറുപിറുക്കലുകൾ പിന്നീട് കേൾക്കാനായി. ചിലരിൽ നിന്നൊക്കെയുള്ള മുറുമുറുക്കലുകൾ ഉച്ചത്തിലായി. കുറേ നാളുകളായി സ്റ്റേഷൻ തിരക്കലായി നടന്ന മാധവ് മാത്രം അന്നവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിനെ ചൊല്ലിയുള്ളൊരു സംസാരം ഇവിടെ വേണ്ട. ഇന്ന് തന്നെ നീ ആ രാജശേഖരനെ വിളിച്ച് ഇക്കാര്യം ഒന്ന് സംസാരിക്കണം. പറ്റുമെങ്കിൽ നാളെ തന്നെ പെണ്ണ് കാണുവാൻ ചെല്ലുന്ന രീതിയിൽ എല്ലാത്തിനും ഒരു നീക്കുപോക്ക് നടത്തേം വേണം. നാരായണി അവസാന വാക്കെന്നതുപോലെ പറഞ്ഞിട്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കേണ്ട ദേവരാജ. കാർത്തിക നല്ല കുട്ടിയാ. രാജശേഖരനോട് പറ്റുമെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കാൻ പറയേ. അതും പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുന്ന അമ്മയോട് മറുത്തൊന്നും പറയുവാൻ മക്കളോ മരുമക്കളോ തുനിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ വാക്കുകളെ മാനിച്ച് ജീവിക്കുക എന്നതാണല്ലോ പണ്ട് തൊട്ടേയുള്ള പതിവ്.
ഭക്ഷണം കഴിച്ച് തറവാട്ടിൽ നിന്നും പിരിയുമ്പോൾ മാനേജർ രാജശേഖരനെ എങ്കിലെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു ആ സഹോദരങ്ങൾ മൂവരും. അതേസമയം തൻ്റെ പദ്ധതികൾ ഓരോന്നായി വിജയം കാണുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ചുമ്മു അപ്പോൾ. രാത്രിയിൽ ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് ഉറ്റുനോക്കി തറവാട് വീടിൻ്റെ സോപാനപ്പടിയിലായി ഇരിക്കുകയായിരുന്നു ചുമ്മു. അവൾക്ക് എന്തുകൊണ്ടോ അന്ന് ഉറക്കം വരുന്നില്ലായിരുന്നു. കൂട്ടിനിരുന്നവൻ കുറേ കഴിഞ്ഞത് ഉറക്കം വരുന്നതെന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. കാരണം അനിരുദ്ധിൻ്റെ കല്യാണം നടത്തുവാൻ മുത്തശ്ശി സമ്മതിച്ചല്ല എന്ന വാർത്ത അവളെ അത്രയ്ക്ക് സന്തോഷിപ്പിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. അനുവേട്ടൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം. പിന്നീട് വേണം ആ കാലനുമൊത്തുള്ള വിവാഹത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടുവാൻ. അതത്ര എളുപ്പമല്ലെന്നറിയാം. എങ്കിലും എന്തെങ്കിലും ബലമായിട്ടുള്ള കാരണം കണ്ടെത്തിയേ പറ്റൂ. അവളത് മനസ്സിൽ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് സോപാനപ്പടിയിലേക്ക് ചാരിക്കിടന്നു. എന്നിട്ട് മെല്ലെ കണ്ണുകൾ അടച്ചു പിടിച്ചു. അകത്തെന്ന് സ്ഥാനമില്ലാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന് കിടക്കുന്നേ? കുറേ നേരം കഴിഞ്ഞതും മുൻപിൽ നിന്നും മുഴക്കത്തോടെയുള്ള ഒരു ശബ്ദം കേട്ടപ്പോഴാണ് ചുമ്മു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു നോക്കിയത്. കൺമുൻപിൽ പൊടുന്നനെ കണ്ടത് ഒരു പോലീസ് യൂണിഫോം ആയിരുന്നു. ആളാരണെന്ന് പിടികിട്ടിയതും പെണ്ണ് മിണ്ടാതെ വേറെ എങ്ങോട്ടേക്കോ മിഴികൾ വായിച്ചു. നീ എന്തിനാ എവിടെ കിടന്നുറങ്ങുന്നേ? അകത്തേക്ക് കയറിപ്പോ. അവൾ തെല്ലും അനുസരിക്കുന്നില്ല എന്ന് കണ്ടതും മാധവ് തൻ്റെ ശബ്ദം ഇത്തിരി ഉച്ചത്തിലാക്കി. എനിക്ക് ഉറക്കം വരുന്നില്ല. മുന്നിലെ ചുവരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ അലസമായി മറുപടി നൽകി. ഇല്ലെങ്കിലും അകത്തേക്ക് കയറിപ്പോ. ഈ 12-ാം മണി നേരത്തെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കേണ്ട. ചെക്കൻ്റെ ഗൗരവത്തിലുള്ള സംസാരം പൊടുന്നനെ ദേഷ്യത്തിലേക്കായി മാറി. എന്നെ ആരും ഒന്നും ചെയ്യില്ല. ചുമ്മു അവന് നേരെ വെറുതെ തട്ടിക്കയറി. അയ്യോ, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. നീ വരുന്നവരെ വല്ലതും ചെയ്യുമോന്ന് ഓർത്താ. അവൻ പെണ്ണിന് നേർക്ക് പുച്ഛം വാരി വിതറി. അനുചേട്ടൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിങ്ങൾക്കിട്ടൊരു മുട്ടം പണി ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ കാലാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിറുപിറുത്തു. എന്താടി, എങ്ങനെ നമ്മുടെ കല്യാണത്തിൽ നിന്ന് ഊരിപ്പോക എന്നാണോ നീ ഇപ്പോൾ ആലോചിക്കുന്നേ? പൊടുന്നനെയുള്ള ചെക്കൻ്റെ സംസാരം കേട്ടതും ചുമ്മാ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. കാരണം താൻ മനസ്സിൽ ചിന്തിച്ചത് അതേപടി മാധവ് പറഞ്ഞല്ലേ എന്നൊരാശ്ചര്യം അവളിൽ അപ്പോൾ ഉണ്ടായി. ആണെങ്കിൽ അവനുള്ള മറുപടിയായി ചുമ്മു തർക്കുത്തരം പറഞ്ഞു. എങ്കിലത് വെറുതെയാ. അവനതും പറഞ്ഞുകൊണ്ട് സോപാനപ്പടിയിലേക്ക് ഇരുന്നു കൊണ്ട് കാലിക്കിടന്നിരുന്ന ഷൂ ഉരുവാനായി തുടങ്ങി. കാണാം, അവൾ വീറോടെ വാദിച്ചു. മേലേടത്തെ വേദനാരായണി തോറ്റുപോകും. ഷൂ രണ്ടും അഴിച്ചെടുത്തതിന് ശേഷം പുറത്തെ റാക്കിലേക്ക് വെച്ചിട്ട് ചുമ്മുവിൻ്റെ വെല്ലുവിളി സ്വമാനസാല ഏറ്റെടുത്തതുപോലെ അവളുടെ മുൻപിലായി വീണ്ടും ചെന്ന് നിന്നവൻ. അത് നിങ്ങളുടെ തോന്നലാ. അവളും കട്ടയ്ക്ക് നിന്നു. എങ്കി നീ നടത്തി കാണിക്ക്. ചെക്കൻ ഇരു കൈകളും പിണച്ചു കെട്ടിക്കൊണ്ട് അവളോട് തർക്കിച്ചു. നടത്തും. നിങ്ങൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണ്ടെന്ന് വയ്ക്കും. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ വേറൊരുത്തൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. കാണണോ നിങ്ങൾക്ക്? അവൾ ഇരുന്നു കൊണ്ട് തന്നെ ചെക്കന് നേർക്ക് വിരൽ ചൂണ്ടി ആക്രോശിച്ചു. എങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം മേലേടത്ത് നാരായണിയുടെ കൊച്ചുമോളാണെന്നും പറഞ്ഞ് വീരവാദം മുഴക്കുന്ന വേദാ നാരായണി വാക്കിന് വിലയില്ലെന്ന് ഞാൻ പറയും. മാധവിൻ്റെ ആ പറച്ചിലിൽ പെണ്ണിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. ബൈക്കിൻ്റെ കാര്യത്തിൽ തെളിവുമായി വന്ന മാധവ് പറയുന്ന എന്തോ അനുസരിക്കുമെന്ന് എല്ലാവരുടെയും മുമ്പിൽ താൻ വാക്കുകൊടുത്താണ്. കല്യാണത്തിന് താൻ സമ്മതം മൂളിയതുകൊണ്ട് മാത്രമാണ് CCTV ഫൂട്ടേജ് ഇങ്ങനെ ആരുടെയും മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ താനായിട്ട് പോയി ട്രെയിനിന് തലവെച്ചതാ. കല്യാണത്തിൽ നിന്നും താനായിട്ട് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. കാരണം ആ മോതിരം മാധവൻ്റെ കയ്യിലിടുമ്പോൾ അനുവേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്നൊരു ആലോചന മാത്രമേ തൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആങ്ങളമാരെ പോലെ കണ്ടവരെ ആ സമയത്ത് ജീവിത പങ്കാളിയായിട്ട് സങ്കല്പിക്കുവാൻ തന്നെ കൊണ്ടാവുമായിരുന്നില്ല. ഇനിയിപ്പോൾ എന്ത്, എങ്ങനെ ഈ കല്യാണം തൻ്റെ പ്രമേയമില്ലാതെ എങ്ങനെ മുടക്കണം? അവളുടെ തലയ്ക്ക് തീ പിടിച്ചു. എന്തേ, ഒന്നും പറയാനില്ലേ മേലേടത്തെ ദ വൺ ആൻഡ് ഓൺലി അനന്തരവൾക്ക്? ചെയ്ത തെറ്റ് എല്ലാവരുടെയും മുമ്പ് മറച്ചു വയ്ക്കാൻ വേണ്ടി ആവശ്യമില്ലാതെ തെളിവുകളുടെ കാര്യവും പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചത് നീയാ. പക്ഷേ ഈ വീടിന് പുറത്തെ മുക്കിനും മൂലയിലും ഞാൻ ഹിഡൻ ക്യാമറാസ് വെച്ചിട്ടുണ്ടെന്ന കാര്യം
എൻ്റെ ഭാവി ഭാര്യയ്ക്ക് ഒട്ടും അറിയില്ലായിരുന്നല്ലേ? ഗൗരവത്തോടെ അവൻ ആ പെണ്ണിനെ ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ ചെറിയൊരു പതർച്ച നിറയുന്നതും കണ്ടതും മാധവൻ്റെ ഉള്ളിൽ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ചുമ്മുവിൻ്റെ ഒരു രൂപം ഓർമ്മ വന്നു. അന്ന് അവൾ ഇങ്ങനെയായിരുന്നു. തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണും മിഴിച്ചുകൊണ്ടൊരു നിപ്പുണ്ട്. ബാക്കി 5 പേരും അവളുടെ ചുറ്റിനും കൂടി നിന്നുകൊണ്ട് പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും താൻ ഒറ്റയ്ക്ക് എന്ന് അവളെ ചോദ്യം ചെയ്യുമായിരുന്നു. അത് ഓർമ്മയിൽ വന്നതും അവൻ്റെ ചുണ്ടിൽ പൊടുന്നനെ ഒരു ചെറുചിരി പിന്നി മാഞ്ഞു. അതും പോരാഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ പ്രപ്പോസൽ ചെയ്തേക്കുന്നു. എന്നിട്ട് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിക്കും പറഞ്ഞ ചതിയല്ലേ ചുമ്മു? വളരെ നാടകീയമായി അത്രയും ചോദിച്ചിട്ട് മുഖത്ത് പരമാവധി പുച്ഛം നിറച്ചുകൊണ്ട് ചുമ്മുവിൻ്റെ നേരെ അവൻ ചുണ്ടുകൾ കോട്ടി. ചതിയെങ്കിൽ ചതി, അങ്ങനെ തന്നെ ആണെന്ന് വെച്ചോ. നിങ്ങളെ കൊണ്ടാവുന്ന ചെയ്യാൻ നിങ്ങളും നോക്ക്, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും. അല്ലെങ്കിൽ തന്നെ ചതിയും കുതന്ത്രവും ഒക്കെ കൈമുതലാക്കിയവരെ മാത്രമേ ഇവിടുള്ളവർക്ക് വിശ്വാസമുള്ളൂല്ലോ. അവളവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ദഹിപ്പിക്കുന്ന രീതിയിൽ. ശേഷം മുൻവാതിലിന് നേർക്ക് കാലുകൾ നീക്കി. ചുമ്മാ ഉദ്ദേശിച്ച നിധിയുടെ കാര്യമായതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി മാധവ് നൽകിയില്ല. ഒന്ന് നിന്നേ. അവൾ അകത്തേക്ക് കാല് വെച്ചില്ല. അതിനു മുൻപേ തന്നെ കണ്ണൻ്റെ പിൻവിളി അവളെ തേടി ചെന്നിരുന്നു. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി കേട്ടേച്ചു പോ. മേലേടത്ത് മാധവകൃഷ്ണ ഒരുത്തിയ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെ ആയിരിക്കും. അത് 6 മാസത്തിനുള്ളിലെ പറഞ്ഞുറപ്പിക്കുന്ന ഡേറ്റിൽ. ഇതിനിടയ്ക്കേ നിനക്ക് കളിക്കാൻ പറ്റുന്നൊക്കെ നീ കളിക്ക്. പക്ഷെ എല്ലാ കളികളും അവസാനിക്കുന്ന ആ നിമിഷം നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടുന്ന ഒരു താലി ഉണ്ടാവും. ഇതെൻ്റെ വാക്ക്. അല്ലാതെ ഓന്ത് നിറം മാറുന്നത് പോലെ തരാതരത്തിന് വാക്ക് മാറ്റി പറയുന്ന ചിലരുടെ വാക്ക് പോലെയല്ല. ആജ്ഞ പോലെയായിരുന്നു അവനിൽ നിന്നും വന്ന സംസാരമെങ്കിലും അതിലൊരു ധ്വനിയുണ്ടെന്ന് ചുമ്മുവിനപ്പോൾ തോന്നി. എങ്കിലും അവനെ തല്ലും ഗൗനിക്കാതെ തന്നെ പെണ്ണകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് പിന്നിലായി വാതിലടച്ചു പൂട്ടിയിട്ട് അവനും. അപ്പോൾ കാത്തിരിക്കൂ കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം. അപ്പോൾ ഇത് വായിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഹോളി കേട്ടോ. അപ്പോൾ ബൈ ബൈ.